നമ്മൾ നോക്കാൻ പോകുന്നത് പേൾ ഗ്രാസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം പേൾ ഗ്രാസ് നമ്മൾ നടുമ്പോൾ പല രീതിയിൽ നടാറുണ്ട്. അപ്പോൾ പലരും പല രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ പേൾ ഗ്രാസ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെയുള്ള പീസുകളാക്കിയിട്ടാണ് നമ്മൾ നടുന്നത് സാധാരണ നടും. അപ്പോൾ ഇതല്ലാതെ വേറൊരു രീതി ചെയ്യാവുന്നത് ഈ പേൾ ഗ്രാസിൻ്റെ ഇങ്ങനെയുള്ള കമ്പുകളില്ലേ, ഇങ്ങനെയുള്ള കമ്പുകൾ നമുക്ക് പീസാക്കി എടുത്തിട്ട് ഇതിനെ ഓരോന്നായിട്ട് നട്ട് വെക്കാനായിട്ട് പറ്റും. അതല്ലാതെ ഉള്ളത് ഇതുപോലുള്ള പേൾ ഗ്രാസിനെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഫുൾ ഷീറ്റ്, അതായത് ഒരു ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇത് നമ്മൾ രണ്ടായിട്ടും മുറിച്ചൊരു പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി വലിപ്പം കാണും. ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അതിനെ ഫുള്ളായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ മണ്ണ് മൊത്തം കളഞ്ഞിട്ട് അതിൻ്റെ വേരും പുല്ലും ഉൾപ്പെടെ ഏകദേശം ഇങ്ങനെ മണ്ണുണ്ടാവില്ല, വേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ എടുത്തിട്ട് അതിനെ നട്ടു വെക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ ഒട്ടും മണ്ണുണ്ടാവില്ല കേട്ടോ, വേര് മാത്രമായിരിക്കും പുറത്ത് കാണുന്നത്. അങ്ങനെ 3-4 രീതിയിൽ നമുക്ക് ഈ പേൾ ഗ്രാസിൻ്റെ വർക്ക് ചെയ്യാം. അതിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു വഴിയാണ്, അതായത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിൽ നമുക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ മണ്ണുണ്ട്. ഈ ഗ്രാസിൻ്റെ ഫുള്ള് റൂട്ട് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ റൂട്ടിനെ ഡാമേജ് ചെയ്യാതെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഇത് ഉണങ്ങിപ്പോകില്ല. പക്ഷെ നമ്മൾ പറിച്ച് വെക്കുമ്പോഴൊക്കെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു രീതിയിൽ ഇത് ഉണങ്ങിപ്പോകത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പീസ് നട്ട് വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഒരു 4-5 ഇരട്ടി ഗ്രാസ് നമ്മുടെ സൈഡിൽ കയറും. അപ്പോൾ അങ്ങനെ ഗ്രാസ് കയറുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കവറാവാനുള്ളൊരു സാധ്യത കൂടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല നശിച്ച് പോകത്തുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്.